Hey everyone, welcome back to the channel. ഇന്ന് നമ്മൾ TCLന്റെ അപ്പാർട്ട് 3 സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രാവശ്യം 55 ഇഞ്ച് ടി വി ആണ് നമ്മൾ TCLന്റെ 2025 മോഡൽസും 2024 മോഡൽസും കമ്പയർ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ 32 ഇഞ്ചും 43 ഇഞ്ചും കവർ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ വീഡിയോന്റെ ലിങ്ക്സ് മുകളിൽ ലിങ്കും ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ 55 ഇഞ്ച് TCLന്റെ റേഞ്ച് നമ്മളൊരു 35,000 മുതൽ ഒരു 80,000 വരെ പോകുന്നുണ്ട്. 55 ഇഞ്ച് തന്നെയാണ് ഏറ്റവും അധികം ആൾക്കാർ വാങ്ങുന്ന മോഡൽസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മോഡൽസ് ഇത് ഈ റേഞ്ചിലുണ്ട്. മാത്രമല്ല 2024 മോഡൽസും കൂടുതൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഇന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് TCLന്റെ ഈ ഒരു റേഞ്ചിൽ എടുക്കാൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടേബിളിൽ ഇട്ടിരിക്കുന്നത് 2024ഉം 23ലെ ഒരു മോഡലുമാണ്. കാരണം എന്തായാലും നിങ്ങളിത് വാങ്ങാൻ പോകുമ്പോൾ ഈ മോഡൽസ് ഒക്കെ കയറി വരും. അപ്പോൾ ഇത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഉള്ള V6B50 അത് 2024 മോഡലാണ്. LED TV ആണ്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനാണ് സജഷൻ. P655ഉം LED TV ആണ്, അതും അവോയ്ഡ് ചെയ്യാനാണ് സജഷൻ. താഴേക്ക് വരികയാണെങ്കിൽ C645 55 ഇഞ്ചും P71B പ്രോയും അതും അവോയ്ഡ് ചെയ്യാനാണ് അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ C645 2023 മോഡലാണ്, പിന്നെ P71B പ്രോ LED മോഡലാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് P755 പ്രോയും C61Bയും C655ഉം C755 QD LED. ഇത്രയും TVs ആണ് നമുക്ക് ആക്ച്വലി 2024 നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽസ് ഉള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ അവസാനത്തെ C755 QD മിനി LED TV മാത്രമാണ് ഒരു മിനി LED, കുറച്ചും കൂടെ ടെക്നോളജി ബെറ്റർ ആണ് QLEDനേക്കാളും. അപ്പോൾ താഴെയുള്ള ഈ ടേബിളിൽ നമുക്ക് പ്രൈസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് പുഷ് ചെയ്തിട്ട് വേറെ ഫീച്ചേഴ്സ് കൂടുതലുള്ള മോഡലിന് പോകണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഈ ലെഫ്റ്റിലെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 2025 മോഡൽസ് ഒക്കെ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ C7K, C72K, C6K, C6KS അല്ലെങ്കിൽ Q6C S, പിന്നെ T8C, P8K, P7K, T6C, P6K, V6C, അങ്ങനെ 10 മോഡലോളം നമുക്ക് 2025 കമ്പയർ ചെയ്യാൻ കിട്ടുന്നുണ്ട് ഈ ഒരു 55 ഇഞ്ച് സൈസിൽ. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ മോഡൽസ് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ്, ഓൺലൈനിൽ മാത്രം വാങ്ങാൻ പറ്റുന്നത്. ചിലത് ഓഫ്ലൈനിൽ മാത്രം വാങ്ങാൻ പറ്റും, ചിലത് ആമസോണിൽ മാത്രം വാങ്ങാൻ പറ്റുള്ളൂ, ചിലത് രണ്ടിടത്തും അവൈലബിൾ ആണ്. അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. T7K എന്ന് പറഞ്ഞ മോഡൽ ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ് അവൈലബിൾ. അത് QM7K എന്ന് പറഞ്ഞിട്ട് US അറിയപ്പെടുന്ന മോഡലാണ്. C72K എന്ന് പറയുന്നതും ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവ് ആണ്. ഈ രണ്ട് മോഡൽസും ഫ്ലിപ്കാർട്ടിനുള്ളതാണ്, അത് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടില്ല. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ C7K ഞാൻ നോക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് അവർ ഈവൻ സൗത്ത് ഇന്ത്യയിലേക്ക് അവർ ഷിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ പിൻകോഡ്സിന് മാത്രമാണ് ഡെലിവറി കാണിക്കുന്നുണ്ടായിരുന്നത് C7K. പക്ഷേ C72K സൗത്ത് ഇന്ത്യക്ക് ഡെലിവറി കാണിക്കുന്നുണ്ടായിരുന്നു. തമ്മിലുള്ള ഡിഫറൻസസ് വളരെ മൈനർ ആണ്. അത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനിയുള്ളത് പിന്നുള്ള മോഡൽ C6K, അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അതേ മോഡൽ തന്നെയാണ് Q6C എന്ന് പറഞ്ഞ ആമസോണിലും വിൽക്കുന്നത്. അമേരിക്കയിൽ QM6K എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. പിന്നുള്ളൊരു മോഡൽ C6KS ഓഫ്ലൈനിൽ കിട്ടുന്ന മോഡലാണ്. അതായത് നിങ്ങളിപ്പോൾ ക്രോമ, റിലയൻസ് ഡിജിറ്റൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് C6KS ആണ് കാണിച്ചു തരിക. അത് ഓഫ്ലൈൻ മോഡലാണ്. പിന്നുള്ളത് Q6CS എന്ന് പറഞ്ഞ മോഡലാണ്. അതും ആമസോണിൽ കൂടെയോ ഫ്ലിപ്കാർട്ട് കൂടെ രണ്ടിൽ കൂടെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മോഡലും കൺഫ്യൂഷൻ ആവരുത്. Q6Cയും Q6CS ഇത് രണ്ടും തമ്മിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് പറയാം. പിന്നെയുള്ള മോഡൽ T8C 43 ഇഞ്ചിലൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത മോഡലാണ്. T8C ആമസോണിലേ കിട്ടുള്ളൂ. സെയിം മോഡൽ തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ T89C എന്നാണ് അതിൻ്റെ പേര്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 TCLന്റെ ഒരു നെയിമിംഗ് സ്ട്രാറ്റജി ഭയങ്കര വിയേർഡാണ്. അതായത് ഇഫ് യു കാൺ കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നമുക്ക് P8K, P7K, T6C, P6K, V6C എന്ന് പറയുന്നത് കുറച്ചൊരു ലോവർ എൻഡ് ഓഫ് ദ ബഡ്ജറ്റിൽ വരുന്ന മോഡൽസ് ആണ്. ഇനി നമുക്ക് ക്വിക്കായിട്ട് പോർട്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം C7K, C72K, T8C ഇതിനൊക്കെ 4 HDMI പോർട്ടും ഒരു USB പോർട്ടും ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഈ ടേബിളിൽ C755 മിനി LED TV നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി 4 HDMI 2 USB പോർട്ടും ഉണ്ട്. ഒരു USB പോർട്ട് എക്സ്ട്രാ ആണ് ഇപ്പോഴത്തെ ടോപ്പ് ഓഫ് ദ ലൈൻ 55 ഇഞ്ച് മോഡൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു ഇപ്രാവശ്യത്തെ 2025 ഒരു USB ഉള്ളൂ എന്ന് പറയുന്നത് ഒരു ഡീൽ ബ്രേക്കർ അല്ല. ബാക്കിയുള്ള എല്ലാ മോഡൽസും നിങ്ങൾക്ക് ടേബിളിൽ കാണുന്ന പോലെ
അതുപോലെ 3 HDMIയും ഒരു USB ആണുള്ളത്. ഏറ്റവും നല്ലത് ഏറ്റവും അധികം HDMI പോർട്ടിനുള്ളതിന് പോവുക. USB ഒന്നുണ്ടായാലും അത് മതി. പിന്നെ നമ്മൾ HDMI ആർക്ക് എടുത്താൽ ആ ഒരു ഫീച്ചർ എല്ലാത്തിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റഡും ആണല്ലോ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും, അതായത് ഓപ്റ്റിക്കൽ പോർട്ട്, ഇയർഫോൺസ്, LAN, വൈഫൈ, ബ്ലൂടൂത്ത്, അതൊക്കെ എല്ലാ മോഡൽസിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോകാം, അതായത് ഓഡിയോ ആൻഡ് സൗണ്ട്. ഇപ്പോൾ ആദ്യത്തെ മോഡൽസായ C7K, C7II K, ഇവിടെയാണ് ഇവർ തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇത് രണ്ടും 60 വാട്ടാണ്. രണ്ടും 2.1 സ്പീക്കർ സിസ്റ്റമാണ്. അതായത് 2 സ്പീക്കറും ഒരു ചെറിയ സബ്വൂഫറും ബാക്കിൽ ഉണ്ടാവും. പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് C7Kയിൽ ബാങ് ആൻഡ് ഒലൂഫ്സൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സ്പീക്കർ കമ്പനിയാണ് ഇവർ ട്യൂൺ ചെയ്തതാണ്. നേരെ മറിച്ച് C7II Kയിൽ ഓങ്ക്യോ ആണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. രണ്ടും വളരെ പ്രശസ്തമായ സ്പീക്കർ കമ്പനികളാണ്. അപ്പം അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരു ബാങ് ആൻഡ് ഒലൂഫ്സൺ കുറച്ചും കൂടി ഒരു പ്രീമിയം മോഡൽ, ഒരു പ്രീമിയം ഇമേജ് ഉള്ളത് കൊണ്ട് ആൾക്കാർ കുറച്ചും കൂടെ അത് ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ C6Kയും C6Ksഉം ആണ് 40 വാട്ട് വരുന്നത്. 2025 മോഡൽ 20 വാട്ട് കുറവാണ് പിന്നുള്ള മോഡലുകൾ. പക്ഷേ നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ C755ക്ക് 50 വാട്ട് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന 40 വാട്ട് സ്പീക്കറിനെക്കാളും 10 വാട്ട് കൂടുതലാണ് കഴിഞ്ഞ കൊല്ലത്തെ സ്പീക്കർ. അതും ഓങ്ക്യോ 2.1 സ്പീക്കർ സിസ്റ്റം ഉള്ളതാണ്. അപ്പോൾ ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ C755 Q6C അല്ലെങ്കിൽ C6K എന്ന് പറഞ്ഞ മോഡലിനെക്കാട്ടും നല്ല സ്പീക്കേഴ്സാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ T8Cക്കാണ് പിന്നെയുള്ള 35 വാട്ട് സ്പീക്കർ. P8K, P7K ഉണ്ട്. പിന്നെ ഉള്ളത് 24 വാട്ടാണ്, വളരെ ലോ ആണ്. അതിന് പോകേണ്ട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ നമ്മൾ സ്പീക്കർ സെറ്റപ്പ് നമ്മൾ പറഞ്ഞു, C7K മുതൽ P7K വരെ 2.1 സൗണ്ട് സിസ്റ്റമാണ് കിട്ടുന്നത്. ബാക്കി പിന്നുള്ളത് ചെറിയ സ്പീക്കേഴ്സാണ്. സ്പീക്കർ ട്യൂണിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഡോൾബി അറ്റ്മോസ് ഒരുവിധം എല്ലാത്തിലും കിട്ടുന്നുണ്ട്, T6C വരെ. പിന്നെ ഡോൾബി ഓഡിയോ നോക്കിയാൽ എല്ലാ മോഡൽസിലും കിട്ടുന്നുണ്ട്. DTS-Xും ഏകദേശം എല്ലാ മോഡൽസിലും T6C വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൈസ് ഇത് എടുത്തു കഴിഞ്ഞാൽ മിനി LED നമ്മുടെ Q755ന് 60,000 ആണ് ഇപ്പോൾ കാണുന്നത് ഓൺലൈൻ. ഇത് പഴയ മോഡലായതുകൊണ്ട് 60,000 അവർ വെക്കും. പക്ഷേ ചില സമയത്ത് ഓഫറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വളരെ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും C755 കൺസിഡർ ചെയ്യണം. കാരണം കുറച്ച് ഫീച്ചേഴ്സ് ഇതിനായിട്ട് കിടപിടിക്കുന്ന പോലെ തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് മിനി LED ആയ C755നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ സിസ്റ്റവും OSഉം, അതായത് ഇതിൻ്റെ റാമും സ്റ്റോറേജ് ഒക്കെ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ടേബിളിൽ C7Kക്കാണ് ഏറ്റവും അധികം ബെറ്റർ ഒരു സ്പെക്സ് ഉള്ളത്. 3GB റാമും 64GB സ്റ്റോറേജും ഉണ്ട്. അതേപോലെ തന്നെ C72Kയും സെയിം ആണ്, 3GB റാമും 64GB സ്റ്റോറേജും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ C6K അല്ലെങ്കിൽ Q6Cക്ക് 3GB റാം തന്നെ ഉണ്ട്, പക്ഷേ 32GB സ്റ്റോറേജ് ആണ്. ഹാഫ് ദ സ്റ്റോറേജ് ആണ് മറ്റേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് C6K, T8C, P7K. ഇവർക്ക് എല്ലാവർക്കും 3GB റാമും 32GB സ്റ്റോറേജും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, Q6CS എന്ന് പറയുന്ന മോഡലിന് 2GB റാമും 16GB സ്റ്റോറേജ് TCയിൽ കൊടുത്തിട്ടുള്ളൂ. ഈ മോഡൽ തമ്മിലൊരു ലെറ്ററിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇത് വാങ്ങിച്ചാൽ പോരെ, 2,000-3,000 രൂപ കുറവല്ലേ എന്ന് വിചാരിച്ച് പോകും. അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം, ഈ രണ്ട് മോഡൽ തമ്മിൽ. C6K ആണ് C6KSനെക്കാളും ബെറ്റർ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഓഫ്ലൈനിൽ C6KS ആണ് കിട്ടുക, അത് നിങ്ങൾ വാങ്ങാൻ പോകരുത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് C6K ആണ് ആ സെയിം കമ്പാരിറ്റീവ് മോഡൽ. പിന്നെ ആമസോണിൽ Q6C ആണ് ആമസോണിലെ മോഡൽ. Q6CS വാങ്ങരുത്, കാരണം Q6CS ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജും റാമും ഒക്കെ കുറവാണ്. വേറെയും കുറച്ച് ഫീച്ചേഴ്സ് കുറവ് ഈ Q6CSനുണ്ട്, അത് നമ്മൾ വഴിയെ പറയാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം എടുത്താൽ P7K മുതൽ V6C വരെ നിങ്ങൾക്ക് കാണാം മീഡിയടെക്കിൻ്റെ 2-കോർ പ്രോസറാണ് AIPQ. നേരെ മറിച്ച് C7K മുതൽ P8K വരെ AIPQ Pro പ്രോസസ്സറാണ്. ചൈനീസ് കമ്പനിയായ മീഡിയടെക്കിൻ്റെ പ്രോസസ്സറാണ് ഇവർ TCയിൽ ബ്രാൻഡ് ചെയ്ത് കുറച്ചും കൂടെ അൽഗോരിതം ഇതാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ 4-കോർ പ്രോസസ്സറാണ് ടോപ്പ് എൻഡ് മോഡൽസിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് എല്ലാ മോഡൽസിലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ V6C 36,000 മുതൽ ആക്ച്വലി 80,000 വരെ നമുക്ക് ഈ C7K വരെ പോകുന്നുണ്ട്. പക്ഷേ ഇത് എന്തായാലും ICICI ബാങ്ക് കാർഡ് ഓഫറോ അല്ലെങ്കിൽ SBI കാർഡ് ഓഫറൊക്കെ ഫ്ലിപ്കാർട്ട് തരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു 10,000-15,000 വരെയൊക്കെ നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില സമയത്ത് ആമസോണിൽ TCL അഡീഷണൽ കൂപ്പൺസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് നല്ല ഓഫറിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനെക്കാളും താഴെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ടേബിളിൽ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ടിവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ പാനലിനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടേബിളിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ C7Kയും C72Kയും മിനി LED ആണ്. പിന്നെ C6K അല്ലെങ്കിൽ Q6C,
പിന്നെ C6KS Q6CS രണ്ടും മിനി LED ആണ്. അവിടം വരെയാണ് മിനി LED ഈ റേഞ്ചിൽ വരുന്നത്. THC മുതൽ HVA QLED ആണ് വരുന്നത്. V6C VA പാനലുമാണ്. അപ്പോൾ മിനി LED തന്നെയാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് Q6CS വരെയാണ് മിനി LED പാനൽ വരുന്നത്. ഇനി ബ്രൈറ്റ്നസ് എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. C7Kയും C72Kയും തമ്മിൽ പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത്. അതായത് 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് C72Kയിൽ കുറവുണ്ട്. ഇതൊരു ഭയങ്കര ബ്രൈറ്റ്നസ് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് C7K നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. കാരണം പ്രൈസിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക. പിന്നത്തെ നമ്മളെ സെക്കൻഡ് ടിയർ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ C6K അല്ലെങ്കിൽ Q6Cക്ക് 1000 നിറ്റ് ബ്രൈറ്റ്നസ് ആണ്. ഇവിടെയാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ C755 കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ, അതായത് 2023 മോഡലാണ് കേട്ടോ. ആ മോഡലിൽ 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ 2025 മോഡലിൽ Q6C അല്ലെങ്കിൽ C6Kനെക്കാട്ടും കൂടുതൽ 1300 നിറ്റ് ബ്രൈറ്റ്നസ് C755 തരുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് ആ മോഡലിന് ഇതിനായിട്ട് കിടപിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ Q6CS ബ്രൈറ്റ്നസ് അവൈലബിൾ അല്ല സ്പെക്സ് എവിടെയും. THC മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 450 to 350 260 അങ്ങനെ ബ്രൈറ്റ്നസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ബെസ്റ്റ് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ C7K ആണ്. അത് കഴിഞ്ഞ് C72K, പിന്നെ C755 2023 മോഡൽ, പിന്നെ നമ്മുടെ Q6C അല്ലെങ്കിൽ C6K. ഇനി കോൺട്രാസ്റ്റ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം C7Kയും C72Kയും 7000 കോൺട്രാസ്റ്റ് റേഷ്യോ കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്ലാക്സ് ഒക്കെ കുറച്ച് നല്ല ഡാർക്കും കോൺട്രാസ്റ്റും നല്ലതുമായിരിക്കും. പിന്നെ നമ്മൾ C6Kയും C6KSും പിന്നെ THCയും 6000 ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ. ഇനി റിഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദ ലൈൻ C7Kയും C72Kയും 144 ഹെർട്സ് ഉണ്ട്. C6K അല്ലെങ്കിൽ Q6Cക്ക് വരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാക്ടർ ഈ Q6CS എന്ന് പറയുന്ന മോഡൽ 60 ഹെർട്സ് പാനലാണ്. ഈ രണ്ട് മോഡൽ തമ്മിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. Q6CS എടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ സ്റ്റോറേജ് റാം കുറവാണ്, 2GB ആണ്, 16GB സ്റ്റോറേജ് കുറവാണ്. സംഭവം ഫാസ്റ്റ് ആയിരിക്കില്ല ബാക്കിയുള്ള മോഡൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ Q6Cനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ സ്പീഡ് കുറവായിരിക്കും. പിന്നെ 60 ഹെർട്സ് പാനലാണ് Q6CS. ബാക്കി മറ്റതൊക്കെ 144 ഹെർട്സും 120 ഹെർട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കുമ്പോൾ Q6CS ഒരു താരതമ്യേന മോശം മോഡലാണ്. അപ്പോൾ Q6CSും Q6Cയും അല്ലെങ്കിൽ C6KSും C6Kയും തമ്മിലാണ് നിങ്ങൾ ആ കൺഫ്യൂഷൻ എടുക്കേണ്ടതെങ്കിൽ, നിങ്ങളെ പ്രൈസ് റേഞ്ചിൽ അത് രണ്ടുമാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി C6K അല്ലെങ്കിൽ Q6C മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫുൾ എറി ലോക്കൽ ഡിമ്മിങ് നമുക്ക് ആക്ച്വലി ആദ്യത്തെ ആ 4 മോഡൽസിൽ കിട്ടുന്നുണ്ട്. C7K, C72K, C6K, C6KS. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് റേഷ്യോയും കളറും ഒക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ ഡിമ്മിങ് സോൺസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്കിപ്പോൾ 65-ന്റെ ഒരു ഫിഗർ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ടിവിൻ്റെ മുകളിൽ അവർ അഡ്വർടൈസ് ചെയ്യുന്നത് 2048 ഡിമ്മിങ് സോൺസ് ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ പോലും അത് ഏറ്റവും 95 ഇഞ്ചോ 116 അതിലൊക്കെ അത്ര കിട്ടുള്ളൂ. നമ്മുടെ 65 ഇഞ്ചിൽ പോലും 966 ആണ്. അതിൻ്റെ താഴെ ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഒരു 512 ആ ഒരു റേഞ്ചിലായിരിക്കും C7K, C72Kക്കുള്ള ഡിമ്മിങ് സോൺസ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ C755 മോഡലിൽ റൈറ്റ് സൈഡിൽ ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനും 500+ ഡിമ്മിങ് സോൺസ് ഉണ്ട്. ആക്ച്വലി അതിൽ നോക്കിക്കഴിഞ്ഞാൽ 98% കളർ ഗാമറ്റ് ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, HDR 10+ ഉണ്ട്, IMAX ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഡിസ്പ്ലേ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് C755 മിനി LED 2 കൊല്ലം മുന്നേ ഇറങ്ങിയത്. അന്നത്തെ കാലത്ത് അത് ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും നമ്മുടെ ഇതിനായിട്ട് കിടപിടിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് C7Kയും C72Kയും C6Kയും നിങ്ങൾക്ക് എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ C755 നല്ല ഓഫർ, നല്ല നിങ്ങളെ ബഡ്ജറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. പിന്നെ ഉള്ളത് മറ്റിപ്പോൾ നമ്മൾ നോക്കിയാൽ C6K അല്ലെങ്കിൽ Q6Cക്ക് 212 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലെ ലോക്കൽ ഡിമ്മിങ് സോൺസ് ഉണ്ടാവുള്ളൂ. 312 Q6CS ആ റേഞ്ചാണ്. പിന്നെ THC മുതൽ ലോക്കൽ ഡിമ്മിങ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് മിനി LED അല്ലാത്തത് കൊണ്ട്. ഡിമ്മിങ് സോൺസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈറ്റിഷ് ആ കളറൊന്നും ഉണ്ടാവില്ല. OLED പാനലിൻ്റെ ഇത് തന്നെ മാച്ച് ചെയ്യും. C7K, C72K ഭയങ്കര നന്നായിട്ട് അവർ ഇപ്രാവശ്യം ലോക്കൽ ഡിമ്മിങ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ബ്ലാക്ക് ലെവൽസൊക്കെ OLEDൻ്റെ അടുത്ത് എത്തൂലെങ്കിലും ഓൾമോസ്റ്റ് അത്ര തന്നെ അവർ എത്തിച്ചിട്ടുണ്ട്. ഡോൾബി വിഷൻ ഉണ്ട്.
അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഇവരെ ഒരു ഡിസ്പ്ലേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ C7K ഓർ C72K ആണ് ബെറ്റർ ഡിസ്പ്ലേ ദാൻ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ മീൻസ് 2023 C755 നമ്മുടെ Q6C അല്ലെങ്കിൽ C6K 2025 മോഡലിനായിട്ട് കിടപിടിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. അത് T8Cനെക്കാളും ബെറ്ററുമാണ്. നമുക്കിനി ആ ടേബിളിലൊന്ന് റൈറ്റ് സൈഡിൽ ടേബിൾ നോക്കാം, ഒരു ഫൈനൽ ചോയ്സ് സമ്മറി എന്താണെന്നുള്ളത്. അപ്പോൾ 60,000 to 70,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, 55 ഇഞ്ചാണ് നോക്കുന്നതെങ്കിൽ C7K അല്ലെങ്കിൽ C72K തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. ഇത് ഫ്ലിപ്കാർട്ടിൽ കൂടെ മാത്രമേ അവൈലബിൾ ഉള്ളൂ. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ C7K സൗത്ത് ഇന്ത്യയിലേക്ക് കുറച്ച് ടൈറ്റായിരിക്കും ഡെലിവറി കിട്ടുകയാണെങ്കിൽ C7K എടുക്കുക, ഇല്ലെങ്കിൽ C72Kന് പോവുക, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി 50,000 to 60,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 5-10 കൂട്ടിയിട്ട് ഓഫേഴ്സിൻ്റെ ടൈമിൽ നിങ്ങൾ നോക്കിയിട്ട് C7K C72Kന് തന്നെ പോവുക ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് 2 എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ മോഡലായ C755 സ്റ്റോക്കിൽ കിട്ടുകയാണ്, 55 ഇഞ്ച് സൈസും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അല്ലെങ്കിൽ ഇനി അത് സ്റ്റോക്കില്ല, പ്രൈസ് ഓൾമോസ്റ്റ് 2025 Q6Cൻ്റെ മോഡലിൻ്റെ അടുത്ത് തന്നെ പ്രൈസ് എത്തുകയാണെങ്കിൽ പിന്നെ Q6C അല്ലെങ്കിൽ C6K മോഡൽ എടുത്താൽ മതി. 6C ആമസോണിൽ കിട്ടും, C6K എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ കിട്ടും, ചിലപ്പോൾ ഓഫ്ലൈനും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ Q6CS എടുക്കാതിരിക്കുക, ഡോണ്ട് ബൈ ആ മോഡൽ. ഇനി നമ്മുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ താഴെയാണ്, 40,000 to 55,000 ആണ്. നിങ്ങൾ 55 ഇഞ്ച് TCL TV ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 5,000 to 10,000 കൂടെ കൂട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ സമയത്ത് ഇത് നല്ലോണം കുറയും, ഈ ടേബിളിൽ ഇട്ട പ്രൈസ്. ആ ഒരു നിങ്ങളുടെ ബഡ്ജറ്റിൽ എത്തുന്നുണ്ടെങ്കിൽ ആമസോണിൽ കൂടെ കിട്ടുന്ന 2025 മോഡൽ Q6Cക്ക് പോകുക. അപ്പോൾ ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ ചോയ്സ് 2 എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ 2024 മോഡലായ C655 അല്ലെങ്കിൽ C61B നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡീല് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ചോയ്സ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് TCL TVയിൽ 55 ഇഞ്ചിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പാർട്ട് 4ൽ നമ്മൾ 65 ഇഞ്ച് TCL TVs അനലൈസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ TV വാങ്ങുന്നതിനുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ്.